പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ഈ സീസൺ 7ന്റെ ഫിനാലെ നടക്കുന്ന ദിവസം ദയവ് ചെയ്ത് എന്നെ അവിടേക്കൊന്ന് വിളിക്കുക. ഞാൻ അവിടെ വരാം, തീർച്ചയായിട്ടും ഞാൻ അവിടെ വരാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ അവിടെ വരുന്നത് സീസൺ 5 എനിക്ക് ലഭിച്ച കപ്പ് കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. അന്നേ ദിവസം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിച്ച് തിരുവനന്തപുരത്തുള്ള ശോഭയ്ക്ക് കൊടുക്കുക. ശോഭ തിരുവനന്തപുരത്തിന് നിങ്ങൾ ദയവേദി കപ്പൊന്ന് കൊടുക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും എനിക്കോ നാട്ടുകാർക്കോ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കോ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ശല്യമാണ്. സീസൺ 5 കഴിഞ്ഞ അന്ന് മുതൽ ജയിച്ചത് ഞാനല്ല, ജയിച്ചത് ശോഭയാണെന്നും പറഞ്ഞ് ശോഭ കാണുന്ന ആൾക്കാരുടെ അടുത്ത് മൊത്തം നടന്ന് പറയുന്നുണ്ട്. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. 3% വോട്ട് കിട്ടിയ ശോഭ 82% വോട്ട് കിട്ടിയ എന്റെ അടുത്ത് എനിക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരെയും കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഏതാണ്ട് 2-2.5 വർഷം കൊണ്ട് കാണാൻ തുടങ്ങിയതാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. പക്ഷെ ഇതുപോലെ ഒരു അസൂയയും കൂശുമ്പും കുന്നായ്മയും പിടിച്ച ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ഇത്രയും നാള് ഞാൻ പബ്ലിക്കായിട്ട് പറയണ്ട എന്ന് കരുതിയതാണ്. 100 ദിവസത്തെ സാരിയും കൊണ്ടാണ് ശോഭ അവിടേക്ക് വന്നത്. നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഈ 100 ദിവസത്തെ സാരിയും കൊണ്ട് അവിടേക്ക് വന്നത്? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഞാൻ 2 ആഴ്ചത്തേക്കുള്ള ഡ്രസ്സ് പോലും സത്യസന്ധമായി പറഞ്ഞാൽ കൊണ്ടുപോയിരുന്നില്ല എന്നതാണ് സത്യം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അങ്ങോട്ട് തുപ്പുന്നിടത്തും തൂറുന്നിടത്തും പെടുക്കുന്നിടത്തും ഒക്കെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് നടക്കുന്ന ഈ ശോഭ ഉൾപ്പെടുന്ന ആൾക്കാർ എനിക്കെതിരെ പറയുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.